എല്ലാവർക്കും നല്ല ബിരിയാണി കഴിക്കാൻ പോവാണ്, മതിലിയാടി കഴിക്കാൻ പോവാണ്. മുടി വെട്ടിയത് ബാർബറോ ഒന്നുമല്ല, എന്റെ റിഞ്ചിക്കുട്ടനാണ്. അത് പണ്ടൊക്കെ അറിയാമല്ലോ, നമ്മള് കല്ലാരിയാണ്. പിറക് ഞാൻ എന്താ അറിയോ, ഞാൻ പിറക് വെട്ടാത്ത പിറകൊന്നും താല്പര്യമില്ല. പക്ഷെ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കലാണ് ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പൊ നമ്മൾ എങ്ങനെ ഫുഡ് കഴിക്കാന്ന് കാണിച്ചു തരാം. ഷിബുവിന് കൊടുക്കും. ഹായ് ഗൈസ്, ന്യൂ വീഡിയോ. വെൽക്കം ചെയ്യടാ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അവർ വീഡിയോ. ആൻഡ് ഞങ്ങളിപ്പോൾ പോകുന്നത് ബിരിയാണി കഴിക്കാനാണ്. അൺലിമിറ്റഡ് ബിരിയാണി. അതെ അതെ, അൺലിമിറ്റഡ്. ഷാനെ എടാ ബിരിയാണി എടാ എത്ര കഴിക്കടാ നീ? ഞാൻ വിശപ്പ് തീരുന്ന എടാ എന്നാലും ഏകദേശം 8 വട്ടം കഴിഞ്ഞ് കഴിക്കുന്നത് മറ്റൊരാളുടെ ആഹാരമാണ്. ഓ എടാ നിന്റെ മുടി നോക്കട്ടെടാ. എടാ നിന്റെ മുടി ഓക്കെയാണ്. എടാ മുടി അങ്ങനല്ല. അപ്പൊ ഗൈസ് നമ്മളിപ്പോ പോകാൻ പോകുന്നത് ബിരിയാണി കഴിക്കാനാണ്. അൺലിമിറ്റഡ് ബിരിയാണി. അപ്പോൾ എല്ലാവരും നമ്മൾ ഏകദേശം ഒരു എത്ര ആൾക്കാരുണ്ട്? 14 പേരുണ്ടാവും. നമ്മളുടെ വിശപ്പ് തീരുന്നവരെ കഴിക്കുക. അത് കഴിഞ്ഞ് കഴിക്കുന്നത് മറ്റൊരാളുടെ ഒരു ആഹാരം. ഇവനൊക്കെ ഇന്നലെ മുതൽ കഴിക്കാതിരിക്കുക. എത്ര ബിരിയാണി എത്ര വട്ടം വാങ്ങുന്ന നമ്മൾ നോക്കാൻ പോണത്. ഞാൻ 4 വട്ടം വാങ്ങും. എത്ര വട്ടം വാങ്ങും? ഞാൻ 2 വട്ടം. 3 വട്ടം. ജോ നമ്മളൊരു 4 വട്ടം 3 വട്ടം. ബാക്കിലോട്ടൊക്കെ നമ്മൾ ചോദിച്ചിട്ട് പറയാം. നമ്മൾ അൺലിമിറ്റഡ് ബിരിയാണി നമ്മൾ 14 ആൾക്കാരുണ്ട്. ആകെ 14 സീറ്റിംഗ് അവിടെ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ആദ്യം കയറി ഇരിക്കും. സോ അതാണ് എൻ്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവരോടൊക്കെ ചോദിച്ചു നോക്കാം. പറഞ്ഞോ ആരോട് എന്തോട്? എടാ ചോദിക്കടാ. ഫോൺ കൊടുക്കുക. അത്ര നേരം എത്ര ബിരിയാണി കഴിക്കും? എത്ര ബിരിയാണി കാണിക്കും? സായർ ഇതേ പടത്തെ പറ്റി എന്താ പറയാനുള്ളത്? അന്റെ പൈസ കൊടുക്കോ? നമ്മ പോവാ. 15-14 പേരെ മന്തി എടുത്താൽ പൈസ കൊടുക്കാൻ വാങ്ങി പോവാ. കഴിച്ചപ്പോ നമ്മള് നടന്നുകൊണ്ടിരിക്കാട്ടോ. ഇത് മാസമായിട്ട് ബാക്കിൽ നടക്കുന്നുണ്ട്. ആരും എന്താ പറയാനുള്ളത്? എനിക്ക് തൽക്കാലം ഒന്നും പറയാം. ബാക്കി നമ്മൾ ബിരിയാണി പോയിട്ട് ബിരിയാണി നിന്ന് കാണിക്കാം. ബായ്. ഇത്ര മതി. അവിടെ എത്തിയപ്പോൾ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നെ ഫോൺ ഓൺ ആവേണ്ട പണ്ടാറടങ്ങാൻ. ബൈ ദ ബൈ അതൊക്കെ പോട്ടെ. നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ ഒരു ചെറിയ ട്രിപ്പാണെന്ന് കൂട്ടിക്കോളി. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഞങ്ങൾ പറ്റിച്ചു. ഇത് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ കോളേജിൽ നാളെ തളയാനായിട്ട് മത്സരം. അതിനുള്ള സജ്ജീകരണങ്ങൾ സെറ്റ്. ഞങ്ങളുടെ ഈ ക്യാമ്പസിൽ ആരും കാണാത്ത കുറെ ഫോറസ്റ്റുകളുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാ. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടി എന്റെ ദൗത്യമായി ഞാൻ കരുതപ്പെടുന്നു. ഞങ്ങളാരും ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല ഇത്രയും വലിയ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റും എന്ന്. സോ അതിനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ പറയാം. ആദ്യമായി നമുക്ക് പറയാനുള്ളത് ഹൈമാവതിയിൽ നിന്ന് പോകുന്ന വെള്ളത്തെ കുറിച്ചാണ്. ഇവിടെ വൈ വരാനുള്ള കാരണം ഈ ആളുകൾ പോയത് കൊണ്ടാണ് ഇവിടെ വൈ വന്നത്. അല്ലെങ്കിൽ വൈ വരുമോ? ഇല്ല, ഒരിക്കലും വരില്ല. ഓക്കെ, ഇത് പൊളിച്ചിട്ട് കേട്ടോ. നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ വെള്ളടിയൊക്കെ ഉണ്ട്. ഇവിടെയാണ് വെള്ളടി നടക്കുന്നത്. കണ്ടുപിടിച്ചു ഗായ്സ്. ഉള്ളിലൂടെ അരുവി പോകുന്നുണ്ട്. അരുവി നോക്കി നിൽക്കുന്ന അതുൽ ദിനേശ് ആണ് ഈ നിൽക്കുന്നത്. ശിവി ഓടി വാ ശിവി. ശിവി ഓടി വന്നപ്പോ ചളിയിൽ വീട്ടിലുണ്ട്. അയ്യേ ചളി പിടിയായിട്ടുണ്ട്. ശിവി പുലിമുരുകാണ് ചെരുപ്പൊക്കെ നടക്കുന്നത്. വാ പുലിമുരുക പുലിമുരുക ഇത് അമ്പര കുമ്പിലെ പുലിമുരുക. അപ്പൊ ഓക്കെ ഗൈസ്, എനിക്ക് നിങ്ങളോട് കൂടുതലായി വിവരിക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനെ ഒന്നും തന്നെ എനിക്ക് അറിയില്ല. അതുകൊണ്ട് പിന്നെ എന്നാ പറയാനാണ്. അങ്ങനെ അത് നടന്നപ്പോൾ നമുക്കൊരു ചൂണ്ടിൽ കിട്ടി. നമ്മൾ വന്ന് വെള്ളത്തിലിട്ട് മീൻ നോക്കിയപ്പോൾ മീനും കുടുങ്ങിയില്ല, ഒന്നും കുടുങ്ങിയില്ല. അവസാനം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ വരെ കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായി. ഇത് നമുക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെന്ന്. കാരണം ഇത് നിങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസ് ആണെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. ഇത് നമുക്ക് ഇവിടുന്ന് ഒരു ചൂണ്ടാക്കിയിട്ടുണ്ട്. ഇതിനുള്ള ചൂണ്ട കിട്ടിയത് ചൂണ്ട പിടിച്ച് നിൽക്കുന്ന ശ്രീമാൻ ശിവി.
അങ്ങനെ കുറെ നേരം ചൂടിലിടും ഒരു മീന് പോലും കുത്തില്ല. എനിക്കാണെങ്കിൽ ചടച്ചിട്ട് വയ്യ. പിന്നെ അവന്മാരോട് പറയണ്ട, അവന്മാരെ വെറുതെ ബോറടിപ്പിക്കുന്ന ഞാൻ മിണ്ടാതെ അങ്ങനെ ഒന്നും കിട്ടാതെ അപ്പൊ ഞങ്ങൾ ഐസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഓണാക്കാൻ മറന്നു ഗായ്സ് വീഡിയോ. ഗായ്സ് ഇവിടെ ചത്ത് മണക്കുണ്ട്, നല്ല മണമുണ്ട് ഇവിടെ. ഞാൻ പോല ഇങ്ങോട്ട് പോയാൽ ഗായ്സ് ഇവിടെ എന്തോ സാധനം ഉണ്ട്, ഇതിന്റെ ഒരു അസുഖങ്ങളെ. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇതുപോലത്തെ കിടിലം ഹിഡൻ സ്പോട്ടുമായിട്ട് ഇനിയും വരും. ഇതിപ്പോൾ തൽക്കാലം കണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യും ഗായ്സ്. ഇതൊക്കെ നമ്മുടെ ഒരു ഒഴിവ് ദിവസത്തെ പ്രവൃത്തികൾ. മന്തി കഴിച്ചു, ബിരിയാണി കഴിച്ചു, ഇങ്ങനെ ഓരോരോ പ്രവൃത്തികളാണ് നമ്മൾ ഓരോ ദിവസം ചെയ്യല്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മീനെ പിടിക്കാൻ വന്നപ്പോൾ മീൻ വന്നില്ല. കാരണം മീൻ നമ്മളെ കാണുമ്പോൾ തന്നെ പേടിച്ചു കൊടുക്കും. പിന്നെ എങ്ങനെ മീനെ കിട്ടുക? സോ മീനെ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് ഗായ്സ്. ഇവിടെ മീനില്ല. മനസ്സിലാവും, ഞാൻ കുറച്ച് തണുത്തിട്ടെ. ഇതെന്താ? ഓ ഏലക്കയാണോ? ഓക്കെ ഓക്കെ, എന്നാ നടക്ക്. ഇതാണ് വെള്ളം ഒഴുകി പോണ സ്ഥലം. ഇത് കൂടെ മീനെ കൊഴിച്ചു ഇങ്ങനെ പോകും. ഇവിടെ നിന്ന് വരുന്നത് കേട്ടോ. ഇവിടുന്ന് പുൽച്ചാടിയെ പിടിച്ചു. ഇവിടെ പുൽച്ചാടി കട ക്യാമറ കാണിച്ചു നോക്കൂ ഗൈസ്. വാവ്, അങ്ങനെ പുൽച്ചാടിയെ കിട്ടിയിട്ടുണ്ട്. ഇനി പുൽച്ചാടിയെ കിട്ടി. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഗൈസ്, ഇതിവിടെ കണ്ട വലിയൊരു പാമ്പാണ്. പാമ്പ് എന്ന് പറയും, ചേരട്ടാന്നൊക്കെ പറയും. കാരണം ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഉള്ളവർ അട്ട എന്ന് പറയും. ഇവിടെ എന്തോ ഗായ്സ് ഇവിടെ സീനാണ് തോന്നുന്നത്. ഇവിടെ ചത്തു മണക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ച ഒന്നൊക്കെ നമ്മുടെ ക്യാമ്പസിന്റെ ഭാഗമാണ്. ഇതിൽ പകുതിയും പാടാണ് വരുന്നത്. ഈ പാടം അടിപൊളി. ഇത് നല്ലപോലെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു പാടം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇത് എടുക്കണമെന്ന് വിചാരിച്ചല്ലേ ഇന്ന് ബിരിയാണി കഴിക്കാൻ പോയപ്പോൾ ക്യാമറ ഓഫ് ആയി പോയി. അതുകൊണ്ട് എന്ത് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കുത്തി നടക്കാൻ വെച്ച് എടുത്തതും അല്ല. നിങ്ങൾ എന്തായാലും കണ്ടോട്ടെ എന്ന് വിചാരിച്ച് എടുത്താട്ടോ. ഇത്രേ ഉള്ളൂ ഫോറസ്റ്റ്. സോ ഇത്രേ ഉള്ളൂ ഗായ്സ്. ഇനി ഇവിടെ ഒന്നും ഇല്ലാതെ തോന്നുന്നു. പോയി നോക്കാം എന്തായാലും. അപ്പൊ ഇത് ഹൈമാവതിയുടെ സിസ്റ്റർ ആയിട്ട് വരും. ഇത് സീമാവതിയാണ്. ഇതാണ് സീമാവതി സീമാവതി കുളം. ഹൈമാവതി സിസ്റ്ററാണ്. അങ്ങനെ ഇപ്പൊ സീമാവതി, ഹംസമതി എല്ലാ മതികളും ഇവിടെ എടുത്തുണ്ട്. മീനുണ്ട്. ഹൈമാവതിയിൽ നിന്ന് വരുന്ന പോയിൽ മീനുണ്ട്, വെള്ളത്തിൽ മീനുണ്ട്. കാണിച്ചുതരാം. അടുത്ത പരിപാടി വെച്ചാൽ മനസ്സിലായില്ലേ, മീന് വറക്കാൻ, മീനെ പിടിക്കാൻ പോവാണ്. ഓക്കെ, മീൻ പിടിച്ചു. അപ്പോൾ ഗായ്സ് ഇതുപോലത്തെ കിടിലൻ വീഡിയോ നിങ്ങൾക്ക് ആണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഒരു മൂഡ് വരുള്ളൂ ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യാനുള്ള. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒന്നും കൂടി നടന്നു നോക്കാം. എന്തായാലും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് നടന്നു നോക്കിയിട്ട് പോകാൻ വെച്ചിട്ടാണ്. ഓക്കെ ഗായ്സ്, എല്ലാവർക്കും ബാക്കി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഹൈമാവതിയുടെ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്താണ്. ബാക്കി നമുക്ക് ഇവരോടൊക്കെ ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ഹൈമാവതി വെള്ളം ഒഴുകി പോകുന്നത്? അതെ. അപ്പൊ അതിനുള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ കാണാം. ഇങ്ങനെ ഈ വെള്ളം പോണത് യൂണിവേഴ്സിറ്റിന്റെ സ്ഥലം കഴിഞ്ഞു. ഇത് ഇപ്പുറത്ത് കണ്ടമാണ്, വേറെ ആരോ പറമ്പാണ്. എനിക്ക് തോന്നുന്നത് ഹംസാഖാന്റെ പറമ്പ് പോലെ. കാരണം അതുപോലെ ഇരിക്കണ് അല്ലേ, ഹംസാഖാന്റെ പറമ്പ് പോലെ അല്ലേ? അതെ, അതുപോലെ ഇരിക്കുന്നുണ്ട് പറമ്പുകളൊക്കെ. ഹൈമാവതിയുടെ ഉള്ളിലോട്ടുള്ള യാത്ര ഇത് ഏകദേശം നമ്മൾ ഹൈമാവതിയുടെ ഉള്ളിലോട്ടുള്ള യാത്ര ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളൂ. ഹൈമാവതിയിൽ നിന്ന് വരുന്ന വള്ളമാണ് ഇത്. ഓക്കെ, നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ടാണ് നമ്മളിത് വന്നത്. കണ്ടില്ലേ, ഫുഡ് കഴിച്ചതൊക്കെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഫുഡ് ബിരിയാണി തിന്ന് വ്ലോഗ് എടുക്കാൻ ശേഷം ബിരിയാണി കണ്ടപ്പോൾ നമ്മളെല്ലാം മറന്നുപോയി. സോ ഗായ്സ് ഇനിയും മറക്കില്ല. പിന്നെ ഇവിടെ അതിലാണ് വെള്ളം അളക്കുന്നത്, എത്ര വെള്ളം ഉണ്ടെന്നൊക്കെ അളന്ന് നോക്കുന്നത്. നാട്ടാതിലും അടുത്ത് കാലിട്ടിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഫോണിൽ ചാർജ് കുത്തിയിട്ടാണ് ഇപ്പോൾ പരിപാടി ചെയ്യുന്നത്. ഇവിടെ വലയൊക്കെ വെച്ചിട്ടുണ്ട്. വല കണ്ടോ? വല കാണിച്ചു തരാം. വല കണ്ടോ? ഇത് ഈ വല വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഇതാണ് ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഷിബി, എന്താണ് എനിക്ക് പറയാനുള്ളത് ഇതിനെ കുറിച്ച്?
കണ്ടമാണ് ഇങ്ങനെ ഒരു സ്ഥലം. ഫോറസ്റ്റ് അതെ അതെ ഗായ്സ്, ഇനിയും സ്ഥലങ്ങൾ കുറെ കാണാനുണ്ട്. നമുക്ക് ഞാൻ അവിടെയൊക്കെ പോയി നോക്കാം. ഇതൊരു ഫോറസ്റ്റിന്റെ ഉള്ളിലാപ്പാണ് കണ്ടാ, കറക്റ്റ് ഫോറസ്റ്റ് കണ്ടോ? ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലാകുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ട്രിവാൻഡ്രത്താണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കണ്ടാൽ മനസ്സിലാവില്ല. ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഫുള്ളി ഇത് കണ്ടോളി. അപ്പൊ നമ്മളിനി പോകുമ്പോൾ അപ്പുറത്തേക്ക് അല്ലേ? ആ സ്പോട്ടിൽ പോകും. മറ്റേ സൺ ടി വിയില് സിനിമ ഇട്ട പോലുണ്ടല്ലോ, നമ്മളെ സൂര്യ ടി വിയിലൊക്കെ സിനിമ ഇട്ട പോലെ അല്ലേ? എന്റെ ഫോണിലൊക്കെ ഏഷ്യനിൽ സിനിമ ഇട്ട പോലെ. എവിടെയാ? ആ സൈഡ് കിട്ടോ? ഓക്കെ, അങ്ങോട്ട് പോവാണ്. സോ ഇവിടുത്തെ പരിപാടിയിലുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മളെ ഫോറസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോക്കി. ആകെ ചളി പിടിക്കുക, ശ്രദ്ധിച്ചാലുണ്ടെങ്കിൽ. അപ്പോ ഹൈമാവതി ഫോൾട്ട്, ദെൻ ബിരിയാണി, മന്തി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. ഓക്കെ, ബൈ. ഇതുപോലത്തെ കിടിലൻ വീഡിയോ മാറ്റി നമ്മൾ വരും. ബൈ.